ഹായ് എവർക്കും ട്രാപ്പ് നമ്മളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 അവസാനത്തെ വീക്കിലെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ പ്രഡിക്ഷൻ എന്തായിരിക്കണം, ബാങ്ക് നിഫ്റ്റി എങ്ങനെ മൂവ് ആകാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഒട്ടും സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ബാങ്ക് നിഫ്റ്റി ഇന്ത്യൻ എക്കോണമിയുടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. 2025 എല്ലാവരും നല്ലൊരു പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ഫുള്ളി ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കായിരുന്നു. ചെറിയൊരു സെല്ലിംഗ് പീരീഡ് കാണിച്ചതിന് ശേഷം ഫുള്ളി സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റാണ് ബാങ്ക് നിഫ്റ്റി നടത്തിയിരിക്കുന്നത്. അതിനുള്ള ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ക്രാഷ് പോലെ തോന്നുന്നു? ബിക്കോസ് നിങ്ങൾ ആരും പാനിക് ആകേണ്ട കാര്യമില്ല. ഇത്രയ്ക്ക് വലിയൊരു ക്രാഷോ കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, വലിയ വലിയ ബാങ്ക്സ് ആയിക്കോട്ടെ, ഹെഡ്ജ് ഫണ്ട്സ് ആയിക്കോട്ടെ, അവരുടെ ഈ കലണ്ടർ ഇയർ അവസാനിക്കാറെ അവർ പുതിയ വർഷത്തിലേക്ക് പുതിയ പ്ലാൻസ്, പുതിയ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫ്സ്, ആൽഗോസ്, അവരുടെ സെറ്റപ്സിനൊക്കെ അവർ അല്പം റെസ്റ്റ് കൊടുക്കുന്ന, അവധി കൊടുക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പൊസിഷൻസിനെ അവർ അവോയ്ഡ് ചെയ്യുകയും പുതിയ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പുതിയ വർഷത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ, ലാസ്റ്റ് വീക്ക് 2024 ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ 2025 ആദ്യത്തെ വീക്കിൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം? മാർക്കറ്റ് ഫുള്ളി സൈഡ് വേസ് ആണ്. സൈഡ് വേസ് ആണ്. സൈഡ് വേസ് ആകുമ്പോൾ നിങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ. ഒരു ഓപ്ഷൻ ബയർ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ, അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഓപ്ഷൻ ബൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോൾ മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് ആകുന്നു, ഒരു റേഞ്ചിൽ പോകുന്നു, ആ റേഞ്ചിലെ സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ചെറിയൊരു മൂവ് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു വലിയൊരു ടാർഗറ്റിനും പോകാതിരിക്കുക. ഒരു 150 പോയിന്റിന്റെയൊക്കെ മൂവ് മാത്രം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇതേപോലെ ഒരു മൂവ് വന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നു. ആ ഡേ ഹൈ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും വരെ, അല്ലെങ്കിൽ അതിനോടൊന്ന് ഒരല്പം കൂടി മുകളിൽ മാത്രം ടാർഗറ്റ് നോക്കുക. നോക്കേണ്ട കാര്യം, ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും ചെറിയൊരു റേഞ്ചിനകത്ത് മാർക്കറ്റ് വന്നതിന് ശേഷം, ചിലപ്പോൾ അത് 1-2 ദിവസത്തെ റേഞ്ച് ആകാം, അതിനുശേഷം മാത്രമേ മാർക്കറ്റ് ചെറിയൊരു മൂവ് തരികയുള്ളൂ. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം, ഈ വീക്കിലെല്ലാം അങ്ങനെയുള്ള വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചർ ചാർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,750 ആണ്. 51,724 ക്ലോസ് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത റെസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസ് 51,862 ടു 51,942. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് തൊട്ട് താഴെ തൊട്ടടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 51,463 ആണ്. അതിന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി നല്ല റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് എല്ലായിടത്തും 52,400, 52,500, 53,000 ഇതെല്ലാം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. ഡെയിലി ട്രേഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ 1-2-3 ദിവസത്തെ വെയിറ്റ് ചെയ്യുക. ഒരു മാർക്കറ്റ് ഏതെങ്കിലും റേഞ്ചിലോ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെയാണ് ഫുൾ റേഞ്ച് പോയതിനു ശേഷം റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിലെ ട്രാപ്പ് ഐഡന്റിഫൈ ചെയ്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിലെ ഇപ്പോൾ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത്, ഇതുകൊണ്ട് മാർക്കറ്റ് ഇതേപോലെ ഒരു ടൈറ്റ് റേഞ്ചിൽ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തൊരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കെയർഫുൾ ആകുക. ഇതേപോലെ ഒരു ഈ ഒരു ഏരിയ അപ്രോച്ച് ചെയ്തതിനു ശേഷം ഒരു മുകളിലോട്ട് മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ് തരുന്നതെങ്കിൽ ഇതിനൊന്ന് അപ്രോച്ച് ചെയ്ത് ചെറിയൊരു സെല്ലിംഗ് വരികയാണെങ്കിൽ ചെറിയൊരു മൂവ് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. സൈഡ് വൈസ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിന് തൊട്ടടുത്തത് നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ച് 50 മിനിറ്റിലെ തൊട്ടടുത്ത സപ്പോർട്ടിൽ നിന്നും ഉയരത്തിൽ തന്നെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റിനെ ഒന്ന് ഗ്രാബ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലിക്വിഡിറ്റി ഒന്ന് ഗ്രാബ് ചെയ്തതായിട്ട് സാധ്യതയുണ്ട്. സോ പോസിബിലിറ്റിയാണ് ഒരല്പം മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റി മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ലോ സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ച് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഗ്യാപ്പ്, അതായത് 23,800 തൊട്ട് താഴെ പ്ലസ് 23,665 വരെ ഇതൊരു നല്ലൊരു സപ്പോർട്ടാണ്. തൊട്ടടുത്ത റെസിസ്റ്റൻസ്, നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,550 തൊട്ട് 24,400. ഇതൊരു വൈഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പൊ ഇതിനെ, ഈ ഒരു ഏരിയയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുണ്ട്. അതായത് ഈ 24,500, ഈ 24,400 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിന്, അതായത് നിഫ്റ്റിക്ക് ഒരല്പം പാടുപെടേണ്ടി വരും. ഈ ഒരു കെയർഫുൾ ആവുക. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരാളാണ്, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസ് വരയ്ക്കാൻ അറിയാൻ
മേലാത്ത ഒരാളാണെങ്കിൽ പോലും ആളാണെങ്കിൽ പോലും ഈ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സിന് അറിയാനായിട്ട് നിങ്ങൾ ഈ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ മെമ്പേഴ്സിനായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രാപ്പ് ട്രേഡിംഗ്, സെൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈക്കോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോളിയം ട്രാപ്സ് ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. 159 199 മെമ്പർഷിപ്പ് ഉള്ളത്. അപ്പം നിഫ്റ്റിയുടെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്താലും നിഫ്റ്റിക്ക് തൊട്ടടുത്ത് അതിന് മുകളിൽ തന്നെ 24,700 ടു 224,800 ഇതും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് ഇതെല്ലാം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് കഴിഞ്ഞ ടൈമിൽ കണ്ടോ, ലിക്വിഡിറ്റി നോക്കുക, ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇതിന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന കണ്ടിന്യൂ നല്ല സെല്ലിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ പെൻഡിങ് ഓർഡേഴ്സ്, ഓക്കെ, ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ലിക്വിഡിറ്റി ഏരിയ ആണ്. മാർക്കറ്റിലെ ലിക്വിഡിറ്റി, നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി എവിടെയാണുള്ളത്? തൊട്ട് മുകളിൽ, ഓക്കെ, 25,000 ആണ്. ഓക്കെ, ഈ ഒരു ഏരിയയാണ് നിഫ്റ്റിയുടെ മുകളിലത്തെ ലിക്വിഡിറ്റി ഏരിയ, 25,000. സോ മാർക്കറ്റ് ഈ 25,000 ഒന്ന് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റി 25,000 ലിക്വിഡിറ്റി അപ്രോച്ച് ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ബിക്കോസ് മുകളിലോട്ടാണ് ലിക്വിഡിറ്റി ഏരിയ കൂടുതൽ കാണുന്നത് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, 24,926. ഓക്കെ, ക്ലിയർ ഒന്ന് പറയണേ, 24,926 അല്ലെങ്കിൽ 25,000 റൗണ്ട് ഫിഗർ ആയിട്ട് നോക്കി 25,000 അപ്രോച്ച് ചെയ്യാനായിട്ട് സാധ്യതയാണ്. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിന്യൂ മൾട്ടിപ്പിൾ സെല്ലിംഗ് വന്നാണ്. സോ സ്റ്റോപ്പ് ലോസ് പൊസിഷണൽ പ്ലേയേഴ്സിന്റെ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഈ ഏരിയയിലൊക്കെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആസ് പെർ ഫ്യൂച്ചർ ചാർട്ട്. ഓക്കെ, ഇനി നോക്കേണ്ടത് നമ്മുടെ സ്പോട്ട് ചാർട്ടാണ്. സ്പോട്ട് ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ടിൽ ക്ലിയർ നോക്കുക, ഫുള്ളി സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു. സെല്ലിംഗ് വരുന്നു, സൈഡ് വേസ് ആവുന്നു, സെല്ലിംഗ് വരുന്നു, ഫുള്ളി മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ തൊട്ടടുത്ത മുകളിലത്തെ ലിക്വിഡിറ്റി ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയാണ്. ഓക്കെ, 51,800. ഓക്കെ, 51,800 ഇതൊരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ലിക്വിഡിറ്റിയാണ് ഈ ഏരിയയിൽ, ഇതിനെ ഒന്ന് നോക്കി വെക്കുക. ആസ് പെർ സ്പോട്ട് ചാർട്ടിനനുസരിച്ച് ഇത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അതായത് ഇതിന് മുകളിൽ പെട്ടെന്ന് കയറിയാൽ ഒരു ചെറിയൊരു ട്രാപ്പിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ലിക്വിഡിറ്റി ഏരിയനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സ്പോട്ട് ചാർട്ടിനനുസരിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റില് തൊട്ടടുത്തൊരു നല്ലൊരു സപ്പോർട്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് 50,200 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയാണ് 49,800 ടു 50,200. ഈ ഒരു ഏരിയ 50,000 ഇതെല്ലാം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇതിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ 51, ഈ ഒരു ഏരിയ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക, ഈ ഒരു ഏരിയ ഒരു ലിക്വിഡിറ്റി ഏരിയ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് തൊട്ട് മുകളിൽ 52,200 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. കണ്ടിന്യൂ നല്ല റെസിസ്റ്റൻസ് ഈ ഏരിയയിലുണ്ട്. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, മുകളിലോട്ട് പോകുന്നത് നല്ല റെസിസ്റ്റൻസിനെ ഫേസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കേണ്ടത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിനനുസരിച്ച് നിഫ്റ്റി തൊട്ടടുത്ത റെസിസ്റ്റൻസ് 24,000, ഈ 25 പോയിന്റ് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ തൊട്ടടുത്ത ഇതിനെ ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പോട് കൂടി തരുന്നതെങ്കിൽ മുകളിലോട്ടൊന്ന് മൂവ് ആകാൻ ഒരു 200 പോയിന്റിന്റെ ഒക്കെ മൂവ് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ 24,200 ഇതിനെ പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്താൽ തൊട്ടടുത്തൊരു വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട്, വലിയൊരു വൈഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയ 24,550. ഓക്കെ, 24,550 ടു 24,425 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വൈറ്റ് സ്ക്രീൻ. ഓക്കെ, മാർക്കറ്റ് സപ്പോസ് നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് ചെയ്യാൻ പോകരുത്. ഓക്കെ, ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ഓപ്ഷൻ ബയേഴ്സിന്റെ നഷ്ടം സംഭവിക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ മാർക്കറ്റ് ഇതേപോലെയൊക്കെ ഒരു ഇതേപോലെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഈ ഏരിയയിൽ നിൽക്കുന്നു, ഈ ഏരിയയിൽ വരുന്നു, ഇങ്ങനെ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോകട്ടെ. കണ്ടിന്യൂ എത്രത്തോളം സൈഡ് വൈസ് ആയി പോകുന്നു, ഈ സൈഡ് വൈസ് ആയി പോയതിനു ശേഷം, ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് സൈഡ് വൈസ് ആയി പോകട്ടെ. ഓക്കെ, ഈ സൈഡ് വൈസ് ആയി പോയതിനു ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു സപ്പോർട്ട്, ഓക്കെ, ഈ ഏരിയയിൽ നിന്നൊരു റെസിസ്റ്റൻസും ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ടും കിട്ടിയാണ് നോക്കുക.
ഓക്കെ, സപ്പോർട്ടും കിട്ടും. അപ്പൊ ഈ ഒരു രണ്ട് ഏരിയയിൽ ഈ രണ്ട് ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും? ഈ രണ്ട് ഏരിയ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ആയിട്ട്, അതായത് ഇങ്ങനെയാണ് ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ടാണ് തരുന്നതെങ്കിൽ, അതായത് ഫസ്റ്റ് താഴത്തോട്ടാണ് തരുന്നതെങ്കിൽ എല്ലാവരുടെയും കൺസെപ്റ്റ് താഴത്തോട്ടായിരിക്കും. സോ അവരെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് പോകും. അതിനുശേഷം മാത്രം ഇങ്ങനെ വരാനായിരിക്കും സാധ്യത. അപ്പൊ ഈ ഏരിയയിലെ ലിക്വിഡിറ്റിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ഈ ഏരിയയിലെ ലിക്വിഡിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ രണ്ട് സൈഡിലെ ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ഉള്ളൊരു മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സെറ്റപ്പിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു മാർക്കറ്റ് എപ്പോൾ എത്രത്തോളം സൈഡ് വൈസ് ആയി പോകുന്ന റേഞ്ചിനകത്താവുന്നു, അതിനനുസരിച്ച് മാർക്കറ്റിൽ നല്ലൊരു മൂവ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പെയർ ഇങ്ങനെ ബ്രേക്ക് ഔട്ടിൽ ട്രാപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ബ്രേക്ക് ഔട്ടിൽ ചാടി കയറി ഇവിടുന്ന് സെല്ല് ചെയ്യാതിരിക്കുക. ബിക്കോസ് അവിടുന്ന് ട്രാപ്പ് ചെയ്ത് മുകളിലോട്ട് പോവാം. ഈ ഏരിയയിൽ നിന്ന് പിന്നെ സെല്ലിങ് വരാനായിരിക്കും സാധ്യത. ഈ ഒരു ഏരിയയിൽ അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടി കാത്തിരിക്കും. ഇത് ഞാൻ സിമ്പിൾ ഇതേപോലെ ഒരു സെൽ സൈഡിലാണ് കാണിച്ചത്. ഇതേപോലെ തന്നെ നിങ്ങൾ ബൈ സൈഡിലും കൂടി വൈസ് പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുക. ബൈ സൈഡിലും ഇതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇതേപോലെ നേരിട്ട് മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം താഴത്ത് വന്ന് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ലെവൽസ് നമ്മൾ പറഞ്ഞു, ഏരിയകൾ പറഞ്ഞു, എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, ട്രേഡിംഗ് പ്ലാൻസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ വളരെ നല്ലൊരു വർഷമായിരുന്നു 2024. വളരെയധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ വർഷം തന്നെ ഞാനൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. ചെറിയൊരു പ്രോഫിറ്റാണ് തന്നെ എന്റെ ക്യാപിറ്റലിനെ ഞാൻ സേവ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പ്രോഫിറ്റ് തന്നെ എനിക്ക് നിൽക്കാൻ ഈ വർഷം അവസാനിപ്പിക്കാൻ പറ്റി. സോ അപ്പൊ അടുത്ത വർഷം 2025 എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ആശംസിച്ചു. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ട്രാപ്റ്റർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ട്രാപ്റ്റർ മല്ലു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇതെന്റെ ചാനൽ. എനിക്ക് ടെലഗ്രാമിലെ ഒരു ഗ്രൂപ്പ് ഒഴികെ വേറെ എങ്ങും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് വേറെ ഒരു അക്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, വേറെ ഒരു സംരംഭത്തിലും എനിക്ക് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. സോ അതിലൂടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലൊന്നും വീഴാതിരിക്കുക. എനിക്ക് ആ പടെയുള്ളത് യൂട്യൂബിൽ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ്. സബ്സ്ക്രൈബർ ബട്ടന്റെ തൊട്ട് പറ്റേ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉള്ളത്. ഒന്ന് ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പും, രണ്ടാമത് അഡ്വാൻസ് വോളിയം ട്രാപ്പ്. ഒന്ന് 159 199. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അഡ്വാൻസ് ആയിട്ടുള്ള ട്രാപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം, വോളിയം ട്രാപ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അത് മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം എനിക്ക് ഇത് വേണ്ട തോന്നിയാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രേഡ്സും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വളരെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റോപ്പ് ലോസസ് ഹണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഏവർക്കും പുതിയൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.